ഇത്തവണ അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് മാങ്കുളത്തിന്റെ ടൂറിസം വികസനത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. മാങ്കുളം ആനക്കുളത്ത് അമ്യൂണിറ്റി സെന്റർ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2 കോടി രൂപയാണ് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടാൽ ആനക്കുളത്തിന്റെ ടൂറിസത്തിന് അത് കൂടുതൽ കരുത്താകും. വികസന പാതയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് മാങ്കുളം. വിവിധ വെള്ളച്ചാട്ടങ്ങൾക്കൊപ്പം ആനക്കുളത്തെ കാനന ഭംഗിയും കാട്ടാനകളുമൊക്കെയാണ് മാങ്കുളത്തെ ടൂറിസത്തിന്റെ പ്രത്യേകത. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി വിനോദസഞ്ചാരികൾ ആനക്കുളത്തെത്തി കാട്ടാനകളെ കണ്ടു മടങ്ങുന്നു. ഇത്തവണ അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് മാങ്കുളത്തിന്റെ ടൂറിസം വികസനത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. മാങ്കുളം ആനക്കുളത്ത് അമ്യൂണിറ്റി സെന്റർ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2 കോടി രൂപയാണ് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു വിനോദസഞ്ചാര മേഖലയാണ് മാങ്കുളം. ഈ മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം ഹംഗേറിയൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ആ മാങ്കുളത്തേക്ക് വന്ന് ആനക്കുളത്തേക്ക് വന്ന് ആനകളെ ഇറങ്ങി വരുന്ന ആനകളെ കാണാൻ വന്നു. എന്നാൽ സൗകര്യത്തിൻ്റെ കുറവ് കാരണം അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു തീരുമാനം എടുത്തു. ഇത്തവണ അവിടുത്തെ ഒരു പാർക്കിംഗ് സൗകര്യം, അതോടൊപ്പം ഒരു പവലിയൻ സൗകര്യം, മറ്റ് അമ്യൂണിറ്റി സെൻറ്റർ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കോടി രൂപ ഇതിന്റെ ഭാഗമായി ഈ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടാൽ ആനക്കുളത്തിന്റെ ടൂറിസത്തിന് അത് കൂടുതൽ കരുത്താകും. നിലവിൽ സഞ്ചാരികളെത്തി ആനക്കുളം ടൗണിൽ റോഡരികിലെ കലിങ്കിലിരുന്നാണ് ആനക്കാഴ്ചയും കാനന ഭംഗിയുമൊക്കെ ആസ്വദിക്കുന്നത്. ആനകളെ സൗകര്യപ്രദമായി ഇരുന്നു കാണാൻ പവലിയൻ യാഥാർത്ഥ്യമാക്കിയാൽ സഞ്ചാരികൾക്ക് അത് കൂടുതൽ പ്രയോജനപ്രദമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.